If you do, then I won't let go. Call it basic, idealistic. Can we go back to what we're missing? I wish you could be my daydream, but you're lost inside my mind. But you got me feeling like the queen of spades, a mirage into your heart that fades, deja vu inside your mind that stays. Yeah, I remember every word you said, like you meant it all, but it's all just a trick. Gonna give everything. Now I'm not holding on to the memories of us. Want you to be somebody, got you on my mind and I can't let go. Want you to be somebody, waiting all night for you to hold me close. Want you to be somebody, but you never know what you're missing out on. Please be somebody, please be somebody. Want you to be somebody, but you never know what you're missing out on. Please be somebody, please be somebody. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങയുടെ രാജ്യമാണ് പോലെ കർത്താവെ നമ്മളുടെ തന്നെ അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാര് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവേൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്നു. കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു.
അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണിത്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. You were the word at the beginning, one with God the Lord Most High. Your hidden glory in creation, now revealed in you, our Christ. What a beautiful name it is. What a beautiful name it is. The name of Jesus Christ, my King. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. You didn't want heaven without us. So Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a wonderful name it is. What a wonderful name it is. The name of Jesus Christ, my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. What a wonderful name it is. The name of Jesus. How sweet is your name, how good you are. We love to sing of your name, Lord. Love to sing of who you are. Death could not hold you. The veil tore before you. You silenced the boast of sin and grave. The heavens are roaring, the praise of your glory. For you are raised to life again. You have no rival, you have no equal. Now and forever, God, you reign. Yours is the kingdom, yours is the glory, yours is the name above all. ഞങ്ങളുടെ
വംശത്തിന്റെ നിലനിൽപ്പിനുമായി നമ്മെ ഒരുക്കുകയും ചെയ്ത അങ്ങേകൾ ശ്രദ്ധിക്കുന്നു. പൂർവ്വനായ ഇസ്രായേലിനെയും അവന്റെ ജീവിതപങ്കാളിയായ തെരഞ്ഞെടുത്ത പ്രവാചകനെയും അനുഗ്രഹിച്ച കർത്താവിനെ വിവാഹവാഗ്ദാനത്തിനായി മുമ്പിലാണ് ഇരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടെ വിവാഹവാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. ഇസ്രായേലിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിനാണ് ഇരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഇവ ഞാൻ നിങ്ങളോട് പറഞ്ഞ സന്തോഷം
ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷമാണ്. പ്രത്യേകിച്ച് ദൈവം നൽകിയ രണ്ട് മക്കളും വിവാഹത്തിൻ്റെ ആദ്യപടിയായി മനസ്സമ്മതം നടത്തുവാനായിട്ട് ദേവാലയം വന്നിരിക്കുകയാണ്. പക്വമായ ബോധ്യത്തോടുകൂടി ഈ ഇടവകയുടെ മണ്ണിൽ തന്നെ വളർന്നു വന്ന് അതോടെ ലോകശീലങ്ങളൊക്കെ സ്വീകരിച്ച് ഇപ്പോൾ വിവാഹ സെമിനാറുകളൊക്കെ അതിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട് പക്വമായ ഒരു തീരുമാനമെടുക്കുകയാണ്. ഒരുമിച്ച് ജീവിക്കുവാനും ദൈവത്തോടും സഭയോടും ചേർന്നുകൊണ്ടുള്ള തങ്ങളുടെ തീർത്ഥാടനം തുടരുവാനും നിശ്ചിതാന്തന്റെ പദമായ സഭയെ മഹത്വീകരിച്ച് പിതാവിനെ സമർപ്പിക്കുന്ന ഈ പള്ളിപ്രകാശ കാലഘട്ടത്തിൽ മഹത്വത്തിന്റെ ചൈതന്യത്തിലേക്ക് പരസ്പരം വിശദീകരിക്കപ്പെട്ടവരായി നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ രണ്ടുപേരും ഒരുങ്ങുകയാണ്. രണ്ടുപേരും എനിക്ക് പരിചിതരാണ്. ഇടവകയിലായിരുന്ന രണ്ട് കുടുംബം ഈ കുടുംബത്തിലായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും വളർച്ചകളും അല്ലെങ്കിൽ ഇവരുടേതായ ഈ ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ കാണുകയും ദൈവം തന്നിരിക്കുന്ന ആ ജീവിതം മനോഹരമാക്കാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നതിനെ പ്രാർത്ഥിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മയുടെ മടിയിലാണ് നിങ്ങൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ മാതാവിനെയും ഈശോയെയും കൂടി പിടിച്ചുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുക. ഇനിയുള്ള ദിവസത്തെ കുറച്ചുള്ളൂ. കുടുംബാംഗങ്ങളൊക്കെ ടെൻഷൻ പിടിച്ച് പല കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ഓടുമ്പോൾ നിങ്ങൾ ശാന്തമായി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടതായി മാറുവാനും മനോഹരമായ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ദൈവമേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചൊരുക്കുവാനും ശ്രദ്ധിക്കുക. പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതം എന്താകുന്നോ നിങ്ങളുടെ സമൃദ്ധിയോ നേട്ടമോ വിജയങ്ങളോ ഏഴ് രാജ്യത്തെയോടെയായും അത് ദൈവകൃപയാലാണ് ഓർത്തുകൊണ്ട് ദൈവം നൽകുന്ന ഭീഷണതയോടെ ഒരുങ്ങുക. അതിനായി പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ദേവാലയത്തിൽ വെച്ച് വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ രണ്ട് കുടുംബങ്ങളെ അതുപോലെ കുടുംബാംഗങ്ങളെ എല്ലാവരും പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ ദൈവം ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹങ്ങൾക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തുരക്ഷിക്കണമേ. പിതാവിനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരനും ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തിലൂടെ മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. വർഗീസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് വിവാഹമെന്ന കൂതാശയിലൂടെ മരിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചോളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് വിവാഹമെന്ന കൂതാശയിലൂടെ വർഗീസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ എല്ലാ സ്നേഹിതരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നടത്തുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ അമ്മയും ഇടവകയുടെ മധ്യസ്ഥയുമായ ഞങ്ങളുടെ സഭയിലെയും വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവും ആയിരിക്കട്ടെ. സകലത്തിലെയും ദൈവത്തിന്റെ പരിപാലനയെ നിങ്ങൾ ചെയ്ത വിവാഹവാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയെ സുസ്ഥിരമാക്കുകയും കരുണയെ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സ്മാറായും ഇസ്ഹാക്കിനെയും ഉലവാക്കായും യാക്കോബിനെയും റാഹേലിനെയും സമീപിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടി വിവാഹമെന്ന കൂതാശയ്ക്കാണ് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും തിരുക്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവരും ദൈവം സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ
figured it out. I figured it out from black and white, seconds and hours. Maybe they had to take some time. I know how it goes. I know how it goes for wrong and right, silence and sound. Did they ever hold each other tight like us? Did they ever fight like us? You and I, we don't wanna be like them. We can make it till the end. Nothing can come between you and I, not even the gods above can separate the two of us. No, nothing can come between you and I. Oh, you and I. I figured it out. Saw the mistakes of up and down, meet in the middle. There's always room for common ground. I see what it's like. I see what it's like for day and night, never together. 'Cause they see things in a different light, like us. They never tried like us. You and I, we don't wanna be like them. We can make it till the end. Nothing can come between you and I, not even the gods above can separate the two of us. മനുഷ്യൻ ഏതിനാകും സമ്പന്ന അവന് ചെയ്തതയിലെ ഞാൻ നൽകുന്നു. Ladies and gentlemen, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്റ്റീന ചേച്ചിയുടെയും ഉല്ലാസ് ചേട്ടന്റെയും പേരിൽ ഈ എൻഗേജ്മെന്റ് ഫംഗ്ഷനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. This is ജെനിയ ജോസഫ് and myself ജോസ്ന ബാബു. നമുക്കെല്ലാവർക്കും വേറെ കൈകളോടുകൂടി ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റാഫിനെ സ്റ്റേജിലോട് സ്വാഗതം ചെയ്യാം. Let's welcome ക്രിസ്റ്റീന ചേച്ചി and ഉല്ലാസ് ചേട്ടായി on the stage. ഇവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാമായിരിക്കും. Those who don't, here is a bit of quick info. Our beautiful bride, Christina Chechi from Madhopalli family, daughter of Mr. M.O. Kurian and Mrs. Tankamma Kurian, Christina Chechi completed her schooling from St. Paul's Girls High School, Vettimugal, and studies from M.E.M. Suma Nursing College, Bangalore. Now she is working as a nurse. And our handsome groom Ullas Chetai from Irumbotil family is the son of Mr. Joseph Kelly Irumbotil and Mrs. Philomena Joseph. Mr. Ullas Chetai completed his schooling from St. Sebastian School and his studies from K College, Bangalore. He is currently working in HR manager in Azad International Group, Saudi Arabia. ഇന്നത്തെ ഈ ഒരു ദിവസം ഇവർ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുമെന്ന് ഇവരെ പോലെ തന്നെ അല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചവരാണ് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ്. Engagement is the fusion of two heart and the harmony of the soul and the union of two family. Now we would like to invite Ullas Chetai family members onto the stage. Ullas Chetai's father, Mr. Joseph Kelly and Mrs. Philomena Joseph, hails from Kodopanambil family, Kudamala. Chetai has three elder sisters, Chitti Joseph. She is currently working as a nurse at UK, and her husband, Manish Abraham Biden, as an engineer.
They are blessed with Sharon, Sarah, and Sean Josh. Mrs. Ginny Joseph working as a nurse in Saudi Arabia and her husband Robin Burgess working as a nurse in Canada. They are blessed with Razian Maria, Elisa Maria and Isa Maria. Mrs. Jeannie Joseph working as a nurse in Oman and her husband David Kurian working as an SP branch manager in Oman. Next, we would like to invite Christina Chechi's family onto the stage. Christina Chechi father Emmo Kurian Madhavapalli and mother Mrs. Thangamma Kurian hails from Irpil family Adramura. Christina Chichi has one elder brother and sister. Mr. Johnson Kurian is a businessman and her elder sister Miss Moloma Robin, her husband Robin Scaria, and they are blessed with Robin and Leon Robin. Now, I humbly invite Christina Chechi and Ullas Chedai to light the lamp together and to share their love and commitment toward each other. Let us wish them a life full of joy and love. So, Christina Chechi and Ullas Chedai, we invite you to slice into this beautiful cake and exchange it among yourselves. ഇവരെ ഈ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ക്രിസ്റ്റീന ചേച്ചിയുടെ പേരിലും ഉല്ലാസ് ചേട്ടായുടെ പേരിലും ഞങ്ങളുടെ പേരിലും ഹൃദയം നന്ദി അറിയിക്കുന്നു. ദിസ് ഈസ് ജിനിയ ജോസഫ് and this is Josna Baba. तू मिल गया अब खोना नहीं मैं, किसी और का अब होना नहीं मैं, तेरी बातों में खोया रहूं मैं, क्यों उलझा रहूं बेवजह, ऐसा हुआ है जो पहले कभी ना हुआ, तू मन्नत से जो मिला, किस्मत ने जो दिया, तोहफा है यार तू, तू मेरे हंसने की वजह, मेरे सपनों का जहां, हर मौसम यार तू, सारी जग के दुनिया नू छट के गला करा तेरे नाल, दिल होया ना यकीन के हथ मेरा फड़ के, चले आ तू मेरे नाल, तू मिल गया अब खोना नहीं मैं, तकदा रवां अब सोना नहीं मैं,
ശ്വാസം അണയാതെന്നിൽ നീ കടലായി നീ നിറഞ്ഞു, മഴയായി നീ മൊഴിഞ്ഞു, വരമായി നീ പകർന്നു മിഴിനോവാതെ. കഥയന്ന് മാഞ്ഞിരുന്നു, പുഴയന്ന് നേർത്തിരുന്നു, മനമിന്ന് പാടിയൊന്നു തേങ്ങി നിൻമുഖം നിൻ സ്വരം അറിയാനാ കനവിൽ